Dear friends, good morning everybody. മലയാളം മീഡിയം ക്ലാസ്സുകളിൽ പഠിക്കുന്ന പല കുട്ടികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും പലപ്പോഴും വിളിച്ച് പരാതി പറയുന്നതാണ്. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ മറ്റ് ലാംഗ്വേജ് ക്ലാസ്സുകളും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് എന്നുള്ളത്. സ്വാഭാവികമായും ഭാഷകൾ പഠിപ്പിക്കുന്നത് അതേ ഭാഷയിലായിരിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായും പ്രയാസം തോന്നും എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു മലയാളത്തോട് കൂടിയിട്ടുള്ളൊരു വിശദീകരണം നൽകാനാണ് ആഗ്രഹിക്കുന്നത്. സെക്കൻഡ് യൂണിറ്റ് അതിൻ്റെ ടൈറ്റിൽ വിങ്സ് ആൻഡ് വെയിൽസ് എന്നുള്ളതാണ്. ഒരു യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. വിങ്സ് ആൻഡ് വെയിൽസ് എന്നുള്ള രണ്ടും ട്രാവലുമായി ബന്ധപ്പെട്ട വേർഡ്സുകളാണ്. ഇവിടെ നമുക്ക് 2 പ്രോസ് സെക്ഷനും അതുപോലെ തന്നെ 2 പോയംസുമാണ് പഠിക്കാനുള്ളത്. എ ഷിപ്പ് റെക്ക്ഡ് സെയിലർ എന്ന ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഗബ്രിയേൽ ഗാർസിയ മാർക്യൂസ്. സെക്കൻഡ് സ്റ്റോറി ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് റൈറ്റർ ഈസ് കരോലിൻ ഷെർവിൻ ബെയ്ലി. പിന്നീട് 2 പോയംസാണ്. ഫസ്റ്റ് പോയം ഫ്രം എ റെയിൽവേ കാരേജ് ഓതർ ഈസ് ആർൽ സ്റ്റീവൻസൺ. ദ സെക്കൻഡ് പോയം മാർവലസ് ട്രാവൽ ജോഷുവ ഫെർണാണ്ടസ്. ഇത്രയും പാഠഭാഗങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിലാദ്യ പാഠഭാഗം എ ഷിപ്പ് റെക്ക്ഡ് സെയിലർ എന്നുള്ളതാണ്. എ ഷിപ്പ് റെക്ക്ഡ് സെയിലർ എന്ന ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗബ്രിയേൽ ഗാർസിയ മാർക്യൂസ്. ഈ പ്രൊഫൈൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗബ്രിയേൽ ഗാർസിയ മാർക്യൂസ് വാസ് ബോൺ ഇൻ 1928 ആൻഡ് ഡൈഡ് ഇൻ 2014. വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്. He was called affectionately Gabo. He was awarded the Neustadt International Prize for Literature in 1972 and the Nobel Prize for Literature in 1982. Marquis' first major work is the story of a shipwrecked sailor, which he wrote as a newspaper series in 1955. His best-known novels include 100 Years of Solitude, published in 1967, The Autumn of the Patriarch, 1975, and Love in the Time of Cholera. ഗബ്രിയേൽ ഗാർസിയ മാർക്യൂസിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹം ഒരു കൊളംബിയൻ റൈറ്ററാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, നോവലിസ്റ്റാണ്, സ്ക്രീൻ റൈറ്ററാണ്, ജേർണലിസ്റ്റാണ്. നമ്മളീ പഠിക്കുന്ന ഈ ഷോർട്ട് സ്റ്റോറി ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ് റെക്ക്ഡ് സെയിലർ എന്ന ഈ സ്റ്റോറി അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ സീരീസായി 1955 അദ്ദേഹം എഴുതിയതാണ്. അതിൻ്റെ ചെറിയ ഭാഗങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ഒരു പ്രധാന കഥാപാത്രമാണ് ലൂയിസ് അലഹാൻഡ്രോ വെലസ്കോ. He was 20 years old. ഒരു 20 വയസ്സുള്ള ലൂയിസ് അലഹാൻഡ്രോ വെലസ്കോ ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയിൽ കരീബിയൻ കടലിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഷിപ്പ് സ്റ്റോമിൽ തകരുകയാണ്. സംഭവിക്കുന്നത് 1955 ഫെബ്രുവരി 28 അങ്ങനെ കപ്പൽ തകർന്നു. വെലസ്കോയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഷിപ്പ്മേറ്റ്സും, അതായത് ഷിപ്പിൽ യാത്ര ചെയ്യുന്ന സഹയാത്രികരും ഈ കടലിൽ ലൈഫ് റാഫ്റ്റിൽ കുറച്ച് ദിവസങ്ങൾ താമസിക്കുകയാണ്. ആ കപ്പൽ തകർച്ചയോട് അനുബന്ധിച്ചുണ്ടായിട്ടുള്ള
ചെറിയ ആ സമയത്തെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങളാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി പാരഗ്രാഫിലേക്ക് ശ്രദ്ധിക്കുക. My first impression was that I was utterly alone in the middle of the ocean. The ship plunged into an abyss and disappeared. I had no idea what was happening. I took hold of one of the bobbing crates and stupidly began to contemplate the sea. It was a perfectly clear day, except for the choppy waves produced by the wind and the cargo scattered across the surface. There was no evidence of a shipwreck. Soon I began to hear shouts nearby. Through the sharp whistling of the wind, I recognized the voice of Giulio Amador Carabello, the tall, well-built officer who was yelling at someone, "Fatso, hold there!" ഇനി അതിൻ്റെ മലയാളത്തിലുള്ള മീനിങ്ങോട് കൂടി ഞാൻ വളരെ പെട്ടെന്ന് അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ മീനിങ്ങുകൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. My first impression was that I was utterly alone in the middle of the ocean. മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ, അതായത് വെലസ്കോ ആണ് നെറേറ്റർ. അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അദ്ദേഹമാണ് നെറേറ്റ് ചെയ്യുന്നത്. വെലസ്കോ ഈസ് ദ നെറേറ്റർ. ലൂയിസ് അലഹാൻഡ്രോ വെലസ്കോ ഈസ് ദ നെറേറ്റർ. അദ്ദേഹം പറയാണ്, മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അട്ടേർലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദി ഓഷ്യൻ. എനിക്ക് ആദ്യം തന്നെ തോന്നിയത് ഞാൻ ഈ ഓഷ്യൻ്റെ, സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഞാൻ തനിച്ചാണ് എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. ഇംപ്രഷൻ മീൻസ് തോന്നൽ അല്ലെങ്കിൽ മതിപ്പ് എന്നൊക്കെ പറയാം. ദ ഷിപ്പ് പ്ലങ്ഡ് ഇൻ ടു ആൻ അബിസ് ആൻഡ് ഡിസപ്പിയർഡ്. ഈ കപ്പൽ എന്ത് ചെയ്തു? പ്ലങ്ഡ് ഇൻ ടു ആൻ, പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീണു. ആൻ അബിസ്, വളരെ അബിസ് മീൻസ് ആഴം, ആൻഡ് ഡിസപ്പിയർഡ്. ഐ ഹാഡ് നോ ഐഡിയ വാട്ട് വാസ് ഹാപ്പനിങ്. എന്താ സംഭവിക്കണമെന്ന് ഒരു ഐഡിയ എനിക്കില്ല. ഐ ടുക്ക് ഹോൾഡ് ഓഫ് വൺ ഓഫ് ദ ബോബിങ് ക്രൈറ്റ്സ്. ഞാനും അവിടെ ഉണ്ടായിരുന്ന ബോബിങ് ക്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മരപ്പെട്ടിയിൽ ഞാൻ പിടിച്ചു. ക്രൈറ്റ് മീൻസ് ബോക്സ് മെയ്ഡ് ഓഫ് വുഡ്, മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സാണ്. കപ്പൽ തകർച്ചയിൽ പുറത്തേക്ക് വന്നതാണ്. അതിൽ പിടിച്ചു. ആൻഡ് സ്റ്റുപ്പിഡ്ലി ബിഗാൻ ടു കണ്ടംപ്ലേറ്റ് ദ സീ. അദ്ദേഹം അങ്ങനെ കണ്ടംപ്ലേറ്റ് എന്ന ലുക്ക് ഇൻ ടു കെയർഫുൾ വേ, ശ്രദ്ധയോടുകൂടി അങ്ങനെ കടലിലേക്ക് നോക്കുന്നു. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ. നല്ല സുന്ദരമായൊരു ദിവസമാണ്, ക്ലിയർ ഡേ ആണ്. എക്സെപ്റ്റ് ഫോർ ദി ചോപ്പി വേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വിൻഡ്. എക്സെപ്റ്റ് ഫോർ ദി ചോപ്പി വേവ്സ്. ചോപ്പി വേവ്സ് എന്ന് പറഞ്ഞാൽ, ചോപ്പി മീൻസ് ശോഭിച്ച, വേവ് തിരമാല. ഈ ശോഭിച്ച തിരമാലകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദവും അതൊന്നുമല്ലാതെ ദ കാർഗോ സ്കാറ്റേഡ് അക്രോസ് ദി സർഫേസ്. അതുപോലെ തന്നെ ആ സർഫേസിൽ, വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ചിതറിക്കിടക്കുന്ന കാർഗോയുമല്ലാതെ അതൊഴികെ ദർ വാസ് നോ എവിഡൻസ് ഓഫ് ഷിപ്രക്ക്. അവിടെ ഷിപ്രക്കിന്, കപ്പൽ തകർന്നതിൻ്റെ ഒരു അടയാളവും ഇല്ലായിരുന്നു. ദർ വാസ് നോ എവിഡൻസ്, ഒരു തെളിവും ഇല്ലായിരുന്നു. എവിഡൻസ് തെളിവ്, ഷിപ്രക്ക് കപ്പൽ തകർച്ച. നെക്സ്റ്റ്, സൂൺ ഐ ബിഗാൻ ടു ഹിയർ ഷൗട്ട് നിയർ ബൈ. പെട്ടെന്ന് തന്നെ ഞാൻ ചില ഷൗട്ടുകൾ, ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കണം നിയർ ബൈ. ത്രൂ ദി ഷാർപ്പ് വിസിലിംഗ് ഓഫ് വിൻഡ്. കാറ്റിൻ്റെ വിസിൽ മീൻസ് നമുക്കറിയാം വിസിലിംഗ് സൗണ്ട്. അതിലൂടെ ഐ റെക്കഗ്നൈസ്ഡ് ദ വോയിസ് ഓഫ് ജൂലിയോ ആമഡോർ കാരബെല്ലോ. ആ ശബ്ദം ജൂലിയോ ആമഡോർ കാരബെല്ലോ എന്ന ആളുടേതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഐ റെക്കഗ്നൈസ്ഡ് തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ചാണ്. ദ ടോൾ, നീളമുള്ള മനുഷ്യനാണ്. ദ വെൽ ബിൽറ്റ്, സ്ട്രോങ് ആണ്, സ്ട്രോങ് ഓഫീസർ ഹൂ വാസ് യെല്ലിങ് അറ്റ് സമ്മൺ. അദ്ദേഹം ഇങ്ങനെ ഉച്ചത്തിൽ അദ്ദേഹം അട്ടഹസിക്കുകയാണ്. യെല്ലിങ് എന്ന നിലവിളിക്കുകയാണ്. ഫാറ്റ്സോ ഹോൾഡ് ദർ. ഫാറ്റ്സോ മീൻസ് തടിയുള്ള ഒരാളെ വിളിക്കുകയാണ്. തടിയാ അവിടെ പിടിച്ചോ എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. സെക്കൻഡ് പാരഗ്രാഫ്. All of you look at the second paragraph.
It was as if in that instance I had awakened from a moment's deep sleep. It dawned on me that I wasn't alone in the sea. There, only a few meters away, my mates were shouting to one another and trying to stay afloat. Quickly, I began to think I couldn't swim in just any direction. I knew we were about 50 miles from Cartagena. But I was not yet frightened. For a moment, I thought I could hold on to the crate indefinitely until help arrived. It was reassuring to know that all around me other sailors were in the same predicament. That was when I saw the raft. ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലെ ആ പാഠഭാഗത്തിൻ്റെ മീനിങ്ങുകളാണ് പറയുന്നത്. ഇറ്റ് വാസ് ആസ് ഇഫ് ഇൻ ദാറ്റ് ഇൻസ്റ്റൻ്റ് എന്ന നിമിഷം ഐ ഹാഡ് അവേക്കൻഡ് ഫ്രം എ മൊമെൻറ്റ്സ് ഡീപ്പ് സ്ലീപ്പ്. ആ ഒരു നിമിഷം ഐ ഹാഡ് അവേക്കൻഡ് ഫ്രം എ മൊമെൻറ്റ്സ് ഡീപ്പ് സ്ലീപ്പ്, ഒരു നിമിഷ നേരത്തെ ഒരു അഗാധമായ ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണരപ്പെട്ടു. ഇറ്റ് ഡൗൺ ഓൺ മീ ദാറ്റ്, എനിക്ക് തോന്നിയതാണ്, ഇറ്റ് ഡൗൺ ഓൺ മീ ദാറ്റ് ഐ വാസ് ഇൻ ദ ലോൺ ഇൻ ദ സീ, ഞാൻ മാത്രമല്ല ഈ കടലിൽ എന്ന് എനിക്ക് തോന്നുകയാണ്. ദർ ഓൺലി എ ഫ്യൂ മീറ്റേഴ്സ് അവേ, കുറച്ച് മീറ്റർ അപ്പുറത്ത്, മൈ മെയ്റ്റ്സ്, ദാറ്റ് മീൻസ് മൈ ഷിപ്പ് മെയ്റ്റ്സ്, എൻ്റെ കൂടെയുള്ള കപ്പൽ യാത്രികർ, ദേ വർ ഷൗട്ടിങ് ടു വൺ അനദർ ആൻഡ് ട്രൈങ് ടു സ്റ്റേ എഫ്ലോട്ട്. എഫ്ലോട്ട് മീൻസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക. എഫ്ലോട്ട്, അവരിങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടി ഇങ്ങനെ അവർ ഷൗട്ട് ചെയ്യാണ്. ദേ വർ ഷൗട്ടിങ് ടു വൺ അനദർ, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ട്രൈങ്, അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ ഇങ്ങനെ സ്റ്റേ എഫ്ലോട്ട്. ക്വിക്ക്ലി, പെട്ടെന്ന്, ഐ ബിഗാൻ ടു തിങ്ക്, പെലസ്കോ പറയാണ്, ഐ ബിഗാൻ ടു തിങ്ക്, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഐ കുഡിൻറ്റ് സ്വിം ഇൻ ജസ്റ്റ് എനി ഡയറക്ഷൻ, എനിക്കൊരു ദിശയിലേക്കും നീന്താൻ സാധിച്ചില്ല. ഐ ന്യൂ വി വേർ അബൌട്ട് 50 മൈൽസ് ഫ്രം കാർട്ടജീന, അവർ കപ്പൽ കയറിയ കാർട്ടജീനയിൽ നിന്നും 50 മൈൽസ് ദൂരെയാണെന്ന് ഏകദേശം പെലസ്കോ തിരിച്ചറിഞ്ഞു. ബട്ട് ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൻഡ് എന്നാൽ ഭയപ്പെടുക. ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൻഡ്, എന്നാലും എനിക്ക് ഭയം ഉണ്ടായിരുന്നില്ല. ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷം, ഐ തോട്ട് ഐ കുഡ് ഹോൾഡ് ഓൺ ടു ദി ക്രേറ്റ് ഇൻഡെഫിനിറ്റ്ലി മീൻസ് അനിശ്ചിതമായിട്ട്. ഐ കുഡ് ഹോൾഡ് ഓൺ ടു ദ ക്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയും, കപ്പലുമായി ബന്ധപ്പെട്ടതാണ് ക്രേറ്റ്. കൃത്യമായിട്ട് അതായത് കപ്പലിൻ്റെ പായ ഉയർത്തി വെക്കുന്നൊരു, അതുമായി ബന്ധപ്പെട്ടൊരു സാധനമാണ് ക്രേറ്റ്. അതിൽ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഐ കുഡ് ഹോൾഡ് ഓൺ ടു ദി ക്രേറ്റ് ഇൻഡെഫിനിറ്റ്ലി അണ്ടിൽ ഹെൽപ്പ് അറൈവ്ഡ്, അവർക്ക് ഹെൽപ്പ് വരുന്നത് വരെ, എന്തെങ്കിലും സഹായം എത്തുന്നത് വരെ അതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി വെലസ്കോയും അവരൊക്കെ ശ്രമിക്കുകയാണ്. ഇറ്റ് വാസ് റീഅഷ്വറിങ്, ഇതൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതായിരുന്നു, ഒരു ഉറപ്പ് നൽകുന്നതായിരുന്നു. റീഅഷ്വർ എന്നാൽ ഉറപ്പുണ്ടാകുക, അല്ലെങ്കിൽ ഉറപ്പിക്കുക, ആത്മവിശ്വാസം നൽകുക എന്നൊക്കെ പറയാം. ഇറ്റ് വാസ് റീഅഷ്വറിങ് ടു നോ ദാറ്റ്, ഇതായിരുന്നു എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയത്. എന്ത്? ടു നോ ദാറ്റ്, ഇതറിഞ്ഞപ്പം, ദാറ്റ് ഓൾ അറൗണ്ട് മീ, എനിക്ക് ചുറ്റുള്ള ആളുകൾ, അതർ സെയിലേഴ്സ്, മറ്റ് യാത്രികരൊക്കെ, വോർ ഇൻ ദ സെയിം പ്രെഡിക്കമെൻറ്റ്, അവരൊക്കെ ഇതേ രൂപത്തിലുള്ളൊരു പ്രെഡിക്കമെൻറ്റ്, വിഷമസ്ഥിതിയിലാണ്. അതായത് പ്രെഡിക്കമെൻറ്റ്, വിഷമസ്ഥിതി, അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ, നമുക്കിഷ്ടമില്ലാത്ത അവസ്ഥ, അതിലാണെന്ന് അറിഞ്ഞപ്പം എനിക്ക് ഒരു മനസ്സ്, ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ പെലസ്കോക്ക് ഉണ്ടാവുകയാണ്. ദാറ്റ് വാസ് വെൻ ഐ സോ ദ റാഫ്റ്റ്, അപ്പോഴാണ് ഞാൻ റാഫ്റ്റ് കാണുന്നത്. റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് റാഫ്റ്റ്, അതായത് നമ്മുടെ ചങ്ങാടം എന്നൊക്കെ പറയും. എന്തെങ്കിലും കപ്പൽ തകർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ ലൈഫ് റാഫ്റ്റ് കേട്ടിട്ടുണ്ടാവും. അതാണ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ലൈഫ് റാഫ്റ്റ്. നെക്സ്റ്റ് യു ലിസൺ ടു തേർഡ് പാരഗ്രാഫ്. There were 2 lives raft about 7 meters apart. They appeared unexpectedly on the crest of a wave, near where my mates were calling out. It seemed odd that none of them could reach the life raft. In an instant, one of the raft disappeared from view. I couldn't decide
I found myself swimming towards the one I could see, which was moving further away from me. I swam for about 3 minutes. I lost sight of the raft momentarily, but I was careful not to lose my bearings. Suddenly, a rough wave pushed the raft and alongside me. It was huge, white, and empty. I struggled to grab the rigging and jump aboard. I made it on the third try. Once on the raft, panting, whipped by the wind, immobilized and freezing, I found it hard to sit up. Then I saw 3 of my mates near the raft, trying to reach it. Okay. മൂന്നാമത്തെ പാരഗ്രാഫിന് there were 2 life raft about 7 meter apart. ഏകദേശം ഒരു 7 മീറ്റർ അപ്പുറത്ത് 2 ലൈഫ് റാഫ്റ്റ് ജീവൻ രക്ഷാ ചങ്ങാടങ്ങൾ അവിടെയുണ്ട്. ദേ അപ്പിയർഡ് അൺഎക്സ്പെക്റ്റഡ്ലി ഓൺ ദ ക്രസ്റ്റ് ഓഫ് വേവ്. അപ്രതീക്ഷിതമായിട്ട് അത് പ്രത്യക്ഷപ്പെട്ടതാണ്, പ്രതീക്ഷിക്കാതെയാണ്. ഓൺ ദി ക്രസ്റ്റ് ഓഫ് എ വേവ്, ഒരു തിരമാലയുടെ ക്രസ്റ്റ് മീൻസ് ഒരു തിരമാലയുടെ മുകൾ ഭാഗം. തിരമാല ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടാവും, കുറേ പതകളും നുരകളൊക്കെ ഉള്ളത്. ആ ഭാഗത്തിനാണ് ക്രസ്റ്റ് എന്ന് പറയുക. അവിടെയാണ് ഇത് പെട്ടെന്ന് ഇവർ കാണുന്നത്. നിയർ വേർ മൈ മെയ്റ്റ്സ് വർ കോളിങ് ഇറ്റ്. അവിടെയാണ് എൻ്റെ വെലസ്കോ പറയണം, അവിടെയാണ് എൻ്റെ മെയ്റ്റ്സ്, എൻ്റെ ഷിപ്പ് മെയ്റ്റ്സ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉച്ചത്തിൽ നിലവിളിക്കുന്നത്. ഇറ്റ് സീംഡ് ഓഡ് ദാറ്റ് നൺ ഓഫ് ദം കുഡ് റീച്ച് ദ ലൈഫ് റാഫ്റ്റ്. പക്ഷേ ഇതൊരു വിചിത്രമായിരുന്നു, ആരും അതിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. ഇൻ ആൻ ഇൻസ്റ്റൻറ്റ്, ആ നിമിഷം, വൺ ഓഫ് ദ റാഫ്റ്റ് ഡിസപ്പിയർഡ് ഫ്രം വ്യൂ. അതിലൊരു റാഫ്റ്റ്, 2 ഉണ്ടായിരുന്നു, അതിലൊന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ കാഴ്ചയിൽ നിന്ന് ഡിസപ്പിയർഡ്, അപ്രത്യക്ഷമായി പോയി. ഐ കുഡിൻറ്റ് ഡിസൈഡ്, എനിക്കൊന്നും മനസ്സിലായില്ല. ഐ ഫൗണ്ട് മൈസെൽഫ് സ്വിമ്മിങ് ടുവേർഡ്സ് ദി വൺ ഐ കുഡ് സീ. ഞാൻ കാണുന്ന ഒന്നിന് നേരെ എന്ത് ചെയ്തു? ഐ ഫൗണ്ട് മൈസെൽഫ് സ്വിമ്മിങ്, ഞാൻ അങ്ങോട്ട് നീന്താം. ബട്ട് വിച്ച് വാസ് മൂവിങ് ഫർദർ അവേ ഫ്രം മീ. പക്ഷേ ഞാൻ അങ്ങോട്ട് നീന്തും തോറും ആ റാഫ്റ്റ് എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ദൂരേക്ക് പോവാണ്. ആ ലൈഫ് റാഫ്റ്റ് ഞാൻ അങ്ങോട്ട് എത്തും തോറും ആ റാഫ്റ്റ് അങ്ങനെ ഒഴുകി അങ്ങോട്ട് പോവാണ്. ഐ സ്വാം ഫോർ അബൌട്ട് 3 minutes. ഞാൻ അങ്ങനെ ഒരു 3 മിനിറ്റോളം ഞാൻ എന്ത് ചെയ്തു? ഞാൻ നീന്തി. ഐ ലോസ്റ്റ് സൈറ്റ് ഓഫ് ദ റാഫ്റ്റ് മൊമെൻ്ററി എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട്, നൈമിഷികമായി, പെട്ടെന്ന് തന്നെ ഞാൻ ഏത് റാഫ്റ്റിൻ്റെ അടുത്തേക്കാണോ നീന്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കാണുന്നില്ല. ബട്ട് ഐ വാസ് കെയർഫുൾ നോട്ട് ടു ലോസ് മൈ ബെയറിങ്സ്. സഡൻലി എ റഫ് വേവ്, ഇങ്ങനെ പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ സഡൻലി എ റഫ് വേവ് പുഷ്ഡ് ദ റാഫ്റ്റ് അലോങ് സൈഡ്. പെട്ടെന്ന് തന്നെ ഒരു വേവ്, തിരമാല വന്നിട്ട് അതിനെ എൻ്റെ അടുത്തേക്ക് തള്ളി പുഷ് ചെയ്തു. ഇറ്റ് വാസ് ഹ്യൂജ്, വൈറ്റ് ആൻഡ് എംപ്റ്റി. ഇത് വലിയ വെള്ള നിറത്തിലുള്ളൊരു കാലിയായ ഒന്നായിരുന്നു. ഐ സ്ട്രഗിൾ ടു ഗ്രാബ് ദ റിഗ്ഗിങ് ആൻഡ് ജമ്പ് അബോർഡ്. വെലസ്കോ പറയാണ്, ഞാൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്തു. ടു ഗ്രാബ്, ഇങ്ങനെ പിടിക്കാൻ വേണ്ടി, ദ റിഗ്ഗിങ് ആൻഡ് ജമ്പ് അബോർഡ്, അതിൻ്റെ ഒരു കയറ് പിടിച്ചിട്ട് അതിലേക്ക് ചാടാൻ വേണ്ടിയിട്ട്, ജമ്പ് അബോർഡ്, അതായത് ചങ്ങാടത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഐ മെയ്ഡ് ഇറ്റ് ഓൺ ദി 3rd try. ഞാൻ 3ാമത്തെ ശ്രമം നടത്തി. വൺസ് ഓൺ ദി റാഫ്റ്റ്, പാൻറ്റിങ്, വിപ്ഡ് ബൈ ദ വിൻഡ്, ഇമ്മൊബൈലൈസ്ഡ് ആൻഡ് ഫ്രീസിങ്. ഈ റാഫ്റ്റിനെ കുറിച്ച് പറയണം. വൺസ് ഓൺ ദി റാഫ്റ്റ്, പാൻറ്റിങ്, വിപ്ഡ് ബൈ ദ വിൻഡ്, ഇമ്മൊബൈലൈസ് ആൻഡ് ഫ്രീസിങ്. അങ്ങനെ ആകെ മരവിച്ചു പോയ ആ ലൈഫ് റാഫ്റ്റിൻ്റെ അടുത്ത് അദ്ദേഹം നിൽക്കുകയാണ്. വൺസ് ഓൺ ദി റാഫ്റ്റ്, പാൻറ്റിങ്, വിപ്ഡ് ബൈ ദ വിൻഡ്, ഇമ്മൊബൈലൈസ്ഡ് ആൻഡ് ഫ്രീസിങ്. ഐ ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു സിറ്റ് അപ്പ്. അവിടെ ഇരിക്കാൻ വളരെ പ്രയാസം. ദെൻ ഐ സോ 3 of my mates നിയർ ദി റാഫ്റ്റ്. പെട്ടെന്ന് തന്നെ ഞാൻ 3 എൻ്റെ ഷിപ്പ് മേറ്റ്സിനെ അതിൻ്റെ അടുത്ത് കാണാണ്. ട്രൈങ് ടു റീച്ച് ഇറ്റ്. അവരിങ്ങനെ ആ 3 പേരുമായി ആ ലൈഫ് റാഫ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4th paragraph. I recognized them immediately. Castillo had a firm grip around Carabello's neck. Carabello, who had been on watch when the accident occurred, was wearing his life jacket. He yelled, "Hold on tight, Castillo." They floated amid the scattered cargo and 10 meters away. On the other side, Luis Rengifo, trying to stay away water with his headphones aloft in his right hand. He had stripped off his shirt so that he could swim better. But
he had lost his life jacket. Even if I hadn't seen him, I would have recognized his cry, "Fatso, paddle over here." നാലാമത്തെ പാരഗ്രാഫിലാണ്. ഐ റെക്കഗ്നൈസ്ഡ് ദം ഇമ്മീഡിയറ്റ്ലി. 3 പേരുണ്ട് ആ ലൈഫ് റാഫ്റ്റിൻ്റെ അടുത്തുനിന്ന് എന്ന് നമ്മൾ പറഞ്ഞു. വെലസ്കോ പറയാണ്, ഞാൻ അവരെ തിരിച്ചറിഞ്ഞു പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. കാസ്റ്റില്ലോ ഹാഡ് എ ഫേം ഗ്രിപ്പ്. കാസ്റ്റില്ലോ എന്ന് പറയുന്ന ഒരു ഷിപ്പ്മേറ്റ് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഫേം ഗ്രിപ്പ്, ഉറച്ച പിടി പിടിച്ചിട്ടുണ്ട് എറൗണ്ട് കാരബെല്ലോസ് നെക്ക്. മറ്റൊരു ഷിപ്പ്മേറ്റിൻ്റെ നെക്കിലാണ്, കഴുത്തിലാണ് മുറുക്കി പിടിച്ചതാണ്. ജീവൻ മരണപ്പെടുത്തും എന്നൊക്കെ പറയുമല്ലോ. കാരബെല്ലോ എന്ത് ചെയ്യുക? ഹു ഹാഡ് ബീൻ ഓൺ വാച്ച് വെൻ ദ ആക്സിഡൻറ്റ് ഒക്കേർഡ്. ഈ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്തോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാഡ് ബീൻ ഓൺ വാച്ച്, വാസ് വിയറിങ് ഹിസ് ലൈഫ് ജാക്കറ്റ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. ഹീ എൽഡ്, ഇപ്പം ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയാണ്, ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. ഹോൾഡ് ഓൺ ടൈറ്റ് കാസ്റ്റിലോ, മുറുക്കി പിടിച്ചോ കാസ്റ്റിലോ. ദേ ഫ്ലോട്ടഡ് അമിഡ് ദ സ്കാറ്റഡ്. അവരിങ്ങനെ ഈ ചിതറിക്കിടക്കുന്ന ഈ കാർഗോൻ്റെ ഇടയിലൂടെ അവരിങ്ങനെ ഒഴുകി നടക്കുകയാണ്. എബൌട്ട് 10 meters അവേ, ഒരു 10 മീറ്ററോളം, ഏകദേശം 10 മീറ്ററോളം ദൂരെ അവർ ഒഴുകി നടക്കുകയാണ്. ഓൺ ദ അതർ സൈഡ് വാസ് ലൂയിസ് റഞ്ചിഫോ. മറ്റൊരു സൈഡിൽ ആരുണ്ട്? ലൂയിസ് റഞ്ചിഫോ, അനദർ ക്യാരക്ടർ, അനദർ ഷിപ്പ്മേറ്റ്. ഹി വാസ് ട്രൈങ് ടു സ്റ്റേ എബോവ് ദി വാട്ടർ. അയാളിങ്ങനെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം, മുങ്ങിപ്പോകാതെക്കാൻ വേണ്ടിയിട്ട്. ട്രൈങ് ടു സ്റ്റേ എവേ വാട്ടർ വിത്ത് ഹിസ് ഹെഡ്ഫോൺസ് അലോഫ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഹെഡ്ഫോൺ ഉണ്ട്, അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട്. ഹെഡ്ഫോൺ അലോഫ്റ്റ് ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. അദ്ദേഹത്തിൻ്റെ വലത് കയ്യിലുള്ള ആ ഹെഡ്ഫോൺ അയാൾ ഉയർത്തിപ്പിടിക്കുകയാണ്. ഈ ഹാഡ് സ്ട്രിപ്പ്ഡ് ഓഫ് ഹിസ് ഷർട്ട്. അദ്ദേഹത്തിൻ്റെ ഷർട്ട് അദ്ദേഹം ഊരിക്കളഞ്ഞിട്ടുണ്ട്, അഴിച്ചു കളഞ്ഞിട്ടുണ്ട്. സ്ട്രിപ്പ്ഡ് ഓഫ് ഹിസ് ഷർട്ട് സോ ദാറ്റ് ഹി കുഡ് സ്വിം ബെറ്റർ. എന്തിനാ അഴിച്ചു കളഞ്ഞത്? സോ ദാറ്റ് ഹി കുഡ് സ്വിം ബെറ്റർ. അതുകൊണ്ട് അയാൾക്ക് സുഖമായി നീന്താൻ കഴിയും, വസ്ത്രങ്ങളുടെ പ്രയാസമില്ലാതെ നീന്താൻ അദ്ദേഹത്തിന് സാധിക്കും. ബട്ട് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ലൈഫ് ജാക്കറ്റ്. പക്ഷേ വസ്ത്രം കഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് ജാക്കറ്റ് എന്തായി പോയി? ലോസ്റ്റ്, നഷ്ടപ്പെട്ടു പോയി. ലൈഫ് ജാക്കറ്റ് നഷ്ടപ്പെട്ടു പോയി. ഈവൻ ഇഫ് ഐ ഹാഡൻറ്റ് സീൻ ഹിം ഐ വുഡ് ഹാവ് റെക്കഗ്നൈസ്ഡ് ഹിസ് ക്രൈ. വെലസ്കോ പറയാണ്, ഞാൻ അയാളെ കണ്ടില്ലെങ്കിലും ഐ വുഡ് ഹാവ് റെക്കഗ്നൈസ്ഡ് ഹിസ് ക്രൈ. എനിക്ക് അയാളെ കരച്ചിൽ, അദ്ദേഹത്തിൻ്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്താ അയാൾ പറയുന്നത്? ഫാസ്റ്റോ, ഫാറ്റ്സോ, പാഡിൽ ഓവർ ഹിയർ, ഇങ്ങോട്ട് തുഴഞ്ഞു വാ. പാഡിൽ ഓവർ ഹിയർ, ഇങ്ങോട്ട് തുഴഞ്ഞു വാ. അതായത് ആ ലൈഫ് റാഫ്റ്റുമായിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വാ എന്ന് അദ്ദേഹം വിളിച്ചു പറയാണ്. ഓക്കെ, നമുക്ക് 4 പാരഗ്രാഫുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കഴിഞ്ഞ വിക്ടേഴ്സിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചില ഗ്രാമർ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇതിൽ ആക്ടിവിറ്റി 1 ആണ് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഞാനൊന്ന് വായിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ലുക്ക് അറ്റ് ദി ഓപ്പണിംഗ് സെൻറ്റൻസ് ഓഫ് ദി സ്റ്റോറി. നമ്മളെ സ്റ്റോറിയിലെ ഒന്നാമത്തെ ഓപ്പണിംഗ് സെൻറ്റൻസ് ഇങ്ങനെയാണ്. എങ്ങനെ? മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അട്ടേർലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദി ഓഷ്യൻ. ഇതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അട്ടേർലി അലോൺ ഇൻ ദി മിഡിൽ ഓഫ് ദി ഓഷ്യൻ. നിങ്ങൾ കാണുന്നുണ്ടാവും, ആക്ടിവിറ്റി 1ൻ്റെ താഴെയാണ്. ഇവിടെ ഹിയർ, ഇവിടെ ദ നെറേറ്റർ ഡിസ്ക്രൈബ്, നമ്മുടെ എഴുതിയ ആൾ നെറേറ്റർ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് എ ഷിപ്പ്റക്ക് ഇൻ ഫസ്റ്റ് പേഴ്സൺ. ഒരു ഷിപ്പ്റക്കിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് പേഴ്സണിൽ, അതായത് ഫസ്റ്റ് പേഴ്സണിലാണ് അദ്ദേഹം അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഞാനത് വിശദീകരിക്കാം അടുത്തതായിട്ട്. ഹൗ വുഡ് ദ സെൻറ്റൻസ് ചേഞ്ച് ഇഫ് ഹി എക്സ്പ്രസ് ദ സെയിം ഇൻ തേർഡ് പേഴ്സൺ. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന നമ്മുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന ആൾ ഉൾപ്പെട്ടതാണ് ഫസ്റ്റ് പേഴ്സൺ. ഉദാഹരണം ഐ, ഞാൻ എന്ന് പറയുമ്പം അത് ഫസ്റ്റ് പേഴ്സണാണ്. അല്ലെങ്കിൽ വി, നമ്മൾ എന്ന് പറയുമ്പം അത് ഫസ്റ്റ് പേഴ്സണാണ്. ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയും ഐ, വി. അത് സംസാരിക്കുന്ന ആൾ അതിലുണ്ടായിരിക്കും, ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പം നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹമാണ്, യു എന്നുള്ളതാണ് സെക്കൻഡ് പേഴ്സൺ, യു. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാളാണ്. നമ്മൾ മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുന്നതിനാണ് തേർഡ് പേഴ്സൺ എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഹിസ് ഫാദർ, അദ്ദേഹത്തിൻ്റെ ഫാദർ,
അവിടെ നമ്മൾ ഇവിടെ ഇല്ലാത്ത ഒരാളെ കുറിച്ച് പറയണം അദ്ദേഹം. അവിടെ ഹി എന്നുള്ളതും അല്ലെങ്കിൽ ഹിസ് എന്നുള്ളതും ഒക്കെ തേർഡ് പേഴ്സണാണ്. അപ്പോൾ ഇവിടെ മൈ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള അദ്ദേഹം പറയാം, എൻ്റെ ആദ്യത്തെ തോന്നൽ, എൻ്റെ തോന്നൽ മൈ ഫസ്റ്റ് ഇംപ്രഷൻ. അത് നമ്മൾ മൈ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ മാറ്റിയിട്ട് നമ്മൾ സെക്കൻഡ് പേഴ്സൺ ആക്കിയിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വരും? മൈ എന്നുള്ളത് മാറി എന്താവും? ഹിസ് എന്നാവും. അപ്പോൾ എങ്ങനെ പറയണം? ഹിസ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ്. ഉണ്ടല്ലേ? അദ്ദേഹം പറഞ്ഞത് എൻ്റെ എന്നായിരുന്നു, അത് ഫസ്റ്റ് പേഴ്സണാണ്. നമ്മൾ തേർഡ് പേഴ്സൺ ആക്കുമ്പം അദ്ദേഹത്തിൻ്റെ എന്നാക്കി മാറ്റണം. അപ്പോൾ എന്ത് പറയണം? ഹിസ് എന്ന് പറയണം. ഹിസ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ്. പിന്നെ അദ്ദേഹം എന്ത് പറഞ്ഞിരുന്നു? ഐ വാസ് അട്ടേളി എന്ന് പറഞ്ഞിരുന്നത്. ഐ വാസ് അട്ടേളി എന്ന് പറഞ്ഞത്. അപ്പോൾ ഐ മാറി എന്താകും? ഹി എന്നാവും. ഐ മാറി. ഐ എന്ന് പറഞ്ഞാൽ ഞാനാണ്. അപ്പം തേർഡ് പേഴ്സൺ ആകുമ്പോൾ എന്താവും? ഐക്ക് പകരം എന്ത് പറയണം? ഹി എന്ന് പറയണം. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി നെക്സ്റ്റ്, ദ പൊസസീവ് ഫോം ഓഫ് നൗൺസ് ആർ മെയ്ഡ് ബൈ ആഡിങ് യെസ് ടു ദി നൗൺസ്. ഇവിടെ പൊസസീവ് ഫോം ഉദാഹരണമായിട്ട് അവിടെ താഴെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സജിനാസ് ബുക്ക്, സജിനൻ്റെ പുസ്തകം. രാഹുൽസ് ബാറ്റ്, രാഹുലിൻ്റെ ബാറ്റ്. ഇവിടെ സജിനയുടെ പുസ്തകം, ഈ പുസ്തകത്തിൻ്റെ ഉടമസ്ഥതയെ പറയണം. ആരാണ്? സജിനൻ്റെ പുസ്തകം അല്ലെങ്കിൽ രാഹുലിൻ്റെ ബാറ്റ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രാഹുൽ അല്ലെങ്കിൽ സജിന എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അപ്പോസ്ട്രോഫി എസ് എന്ന് ഇട്ട് കൊടുക്കണം. മുകളിൽ നമ്മൾ സാധാരണ പറയുള്ളൂ ഒരു കോമട്ട് കൊടുക്കുക എന്ന് പറയുള്ളൂ. പിന്നെ എസ് ഇടുക. അപ്പോഴാണ് ഇപ്പോൾ ഉദാഹരണം രാജുവിൻ്റെ എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? രാജു എന്ന് എഴുതിയിട്ട് മുകളിൽ അപ്പോസ്ട്രോഫി പിന്നെ ഒരു എസ്. അപ്പോൾ രാജുവിൻ്റെ. ഇതിനാണ് പൊസസീവ് കേസ് എന്ന് പറയുക. ഇതാണ് ഈ പാഠഭാഗത്തിലൊന്ന് നേരത്തെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ പൊസസീവ് ഫോം ഓഫ് ഐ പറഞ്ഞാൽ ഞാൻ. ഇനി എൻ്റെ എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ പൊസസീവ് ഫോം ആവുക മൈ. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഹി, അതിൻ്റെ പൊസസീവ് കേസ് ഹിസ്, അദ്ദേഹത്തിൻ്റെ. ദേ, അവർ, ദെയർ, അവരുടെ. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പൊസസീവ് കേസിൽ വരുന്നത്. കുറേ അതുപോലെ വരുന്നുണ്ട്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ വിക്ടേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആക്ടിവിറ്റി 3 ആണ്. 3 വളരെ സിമ്പിളാണ്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഇൻ ദി ഫോളോയിങ് പാസേജ് പിക്കിംഗ് അപ്പ് ദി റൈറ്റ് വേർഡ്സ് ഗിവൺ ഇൻ ദി ബോക്സ്. ഇവിടെ താഴെ ഉള്ള ബോക്സിൽ നിന്നുള്ള വേർഡ്സ് എടുത്ത് അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ആ പാരഗ്രാഫ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ വേർഡ്സ് എടുത്തത്, റൈറ്റ് വേർഡ്സ്. നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ് പോയ വേർഡ് മീനിങ്ങുകളാണ് ഇംപ്രഷൻ, റെക്കഗ്നൈസ്, കണ്ടംപ്ലേറ്റ്, സർഫേസ്, എവിഡൻസ്. ഇനി താഴെ വായിച്ചിട്ട് ഐ കാണ്ട് ഡാഷ് വാട്ട് ഇറ്റ് വുഡ് ബി ലൈക്ക് ടു ബി അലോൺ. ഇത് വായിച്ചിട്ട് ഇതിൽ ഏറ്റവും യോജിച്ച മീനിങ് വരുന്ന പാഠഭാഗത്തിൽ വരുന്ന വാക്കുകൾ നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക. ഇതാണ് ആക്ടിവിറ്റി 3 കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട ചില ആക്ടിവിറ്റീസൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏതായാലും കഴിഞ്ഞ ക്ലാസ്സിൽ വിക്ടേഴ്സിൻ്റെ ആദ്യത്തെ, അതായത് ദ ഷിപ്പ്റെക്ക്ഡ് സെയിലർ എന്നുള്ള ചാപ്റ്ററിൽ ഫസ്റ്റ് ഭാഗം വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഏതായാലും ഇത്രയും ഭാഗങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിച്ച് ഇതിൻ്റെ വേർഡ് മീനിങ്സുകൾ നിങ്ങൾ നോട്ട്സിൽ എഴുതി വെച്ച്, അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് എന്ന് പറയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പാഠഭാഗവുമായി പിന്നീട് കാണാം. ഓക്കെ, താങ്ക് യു.